ഹായ് ഓൾ, ദിസ് ഈസ് ടീം തണ്ടക്കാരൻസ്. ഞങ്ങളപ്പം ഇന്ന് രാവിലെ പോയി റെട്രോ മൂവി ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ പറയാനായിട്ട് വന്നതാണ്. ഇത് റിട്ടേൺ ആൻഡ് ഡയറക്ടർ ബൈ കാർത്തിക് സുബ്ബരാജ് ആണ്. പക്ഷേ നമ്മൾ സൂര്യയുടെയും പുള്ളിയുടെയും കൂടെയുള്ളൊരു ഒത്തൊരുമ പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷേ പടം നമ്മൾ വിചാരിച്ചത്രയും ക്ലിക്കായിട്ടില്ല. പുള്ളിയുടെ ജിഗറതൻ്റെ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ പടം വളരെ ഒരു ലോ പടമാണ്, ഒരു ആവറേജ് പടം. നമ്മളാരെ മടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അത്ര ഒരു സംഭവം അങ്ങോട്ട് കിട്ടിയിട്ടില്ല. ഇപ്പം ഒന്ന് പറഞ്ഞാൽ മൊത്തം ഫൈറ്റാണ് പടത്തി, പക്ഷെ നമ്മളതൊരു പഞ്ച് തരുന്ന പോലൊരു സാധനമല്ല. അതായത് ഇപ്പം സൂര്യൻ എന്തോ ഒരു അമാനുഷികൻ എന്നുള്ളൊരു സംഭവത്തിലാണ് ഈ പുള്ളി കാണിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ സൂര്യയുടെ അഭിനയമൊക്കെ എല്ലാ പടത്തിലും പോലെ കൊള്ളാം, പക്ഷെ ഇമോഷണലി ഇതിൻ്റെ അകത്തൊരു ഇച്ചിരി ഡൗൺ ആയിട്ടിരിക്കുകയാണ്. പിന്നെ അച്ഛനും മോനും ഈ ആ പെണ്ണുമായിട്ടൊക്കെ ഉള്ള കുറേ പാസവും ലവ് ആണ്, അതൊക്കെ ഇച്ചിരി എക്സ്ട്രീമായിട്ട് കൂടിപ്പോയി. അപ്പം നമുക്ക് ചെറിയ രീതിയിൽ നല്ലൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ജോജി നമ്മൾ ഉദ്ദേശിച്ച ഒരു സെറ്റപ്പ് ഒക്കെ തന്നെ, പക്ഷേ പുള്ളിയുടെ ഒരു വ്യത്യാസം, അതായത് ഒരു ഗ്യാങ്സ്റ്റർ സെറ്റപ്പ് വന്നിട്ട് ഇച്ചിരി ഒരു കോമഡിയും അങ്ങനെ ഉള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പം സൂര്യ എന്ന് പറയുമ്പം ഇവരുടെ ഒരു ദത്തെടുത്ത് വളർത്തുന്ന ഒരു സംഭവം പോലുള്ളൊരു ഇതാണ്, മകനാണ്. അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് ഈ കഥ. അതായത് ലാസ്റ്റത്തെ ഒരു ചെറിയ പ്ലോട്ട് പറയാൻ വേണ്ടി ഒരു പെണ്ണുമായിട്ടുള്ള ഇങ്ങനെ വലിച്ചു നീട്ടി ഭയങ്കര ലാഗിൽ അങ്ങ് കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മ്യൂസിക് അത് കൊള്ളാം, പക്ഷെ ബാക്കിയുള്ളതിൻ്റെയൊക്കെ പ്ലേസിങ് ഭയങ്കര ബോറാണ്. അതായത് നമുക്ക് ഭയങ്കര ലാഗ് അടിക്കും. ഇപ്പം അത് നമ്മൾ ഇൻ്റർവെല്ലൊക്കെ തീരാൻ തന്നെ ഇതെന്താ ഇൻ്റർവെൽ ആകാത്ത എന്നുള്ളൊരു അത്രയ്ക്ക് ഒരു ഇതായിട്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ പോയിട്ട് സീറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ ഇരുന്ന പടം കണ്ടത്. ഇത് ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയുണ്ട്. പക്ഷേ കാർത്തിക് സുബ്ബരാജ് വധവായി പോയി ചെറുതായിട്ട്. പിന്നെ ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിലാണല്ലോ പടം കാണുന്നത്. ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായിട്ടില്ല പടം. പിന്നെ ആ പൂജ ഹെഡ്ജ്, അവളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പേസ് ഉണ്ട് പടത്തിൽ. പക്ഷെ പുള്ളിക്കാരി നമ്മളെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒന്നും അല്ല ഇതിൻ്റെ അകത്ത് കാഴ്ച വെച്ചിരിക്കുന്നത്. അതായത് എന്തേലും ഒരു വിഷയം വന്നിട്ട് ഇവളെ പിന്നെ കാണിക്കുമ്പം ഇപ്പം ഇവനൊരു ഫൈറ്റ് സീൻ നിൽക്കുവാണെങ്കിൽ പിന്നെ ഇവളെ കാണിക്കാൻ നേരത്ത് സൂര്യ ഇവൾക്ക് വേണ്ടി മാറി ഇവളെ പോയി ഇവളുടെ കാലെ പിടിച്ച് ആ ഒരു മൂട. അപ്പം നമുക്കിത് കാണാൻ നേരത്ത് സൂര്യയോട് ഒരു നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും. അതായത് നമ്മൾ പുള്ളിയുടെ ഒരു ഇത് പ്രതീക്ഷിച്ച് പോകുന്നത്. ഇപ്പം ഇവളാ പടത്തിൽ ഭയങ്കര ഒരു ലീഡ് സെറ്റപ്പാണ്. പിന്നെ ജോജു അതുപോലുള്ള ഇതിൻ്റെ അകത്ത് വില്ലനായിട്ട് പുതിയൊരു ക്യാരക്ടർ വന്നിരിക്കുന്ന ആ പുള്ളിക്ക് ഒരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ആയി കൊടുത്തിരുന്നെങ്കിൽ ഓക്കെ ആണ്. പക്ഷെ പുള്ളിനെ കാണിക്കുന്ന ഒരു ടെറർ സെറ്റപ്പിലേക്ക് അത്രയ്ക്കുള്ളൊരു സംഭവം ഇല്ല. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ചേരാണ് പുള്ളിനെ ചാപ്പൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറിൻ്റെ ഇതാണ് കാണിക്കുന്നത്. പക്ഷെ ഭയങ്കര ഒരു മാതിരി കോമാളിയാക്കി കളഞ്ഞ് അങ്ങനത്തെ ഉള്ളൊരു സെറ്റപ്പ്. അതായത് പുള്ളി തമിഴ് പടത്തിൽ ഒന്ന് മലയാളം പറയുന്നത് ആ ഒരു സിനിമ, പക്ഷെ ഒരു കോമഡിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു മൂഡല്ല, നമുക്കത് വലുതായിട്ട് വർക്കാകുന്നില്ല. പുള്ളി ലാസ്റ്റ് ക്ലൈമാക്സും കഴിഞ്ഞുള്ള ടൈലൻഡിൽ അവിടെ പറയുന്ന ഒരു കോമഡിക്കാണ്ടാണ് ആ പടം തിയേറ്ററിൽ ഒരു ചിരി വീണത്. അല്ലാതെ വന്ന് ഒട്ടുമിക്ക പേരും ലാഗടിച്ച് പാതി കണ്ണ്. അതായത് നമ്മളിപ്പോൾ സൂര്യയുടെ ഇൻട്രോ കൊള്ളാം, അപ്പം നമുക്കൊരു എനർജി വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കൈയടിക്കാൻ അല്ലെങ്കിൽ കൂവാണ്ട് ഈ ഫാൻസിന് പോലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനുള്ളൊരു ഐറ്റം ഒന്നും പടത്തിലില്ല. ഇത് നമ്മൾ കൂട്ടുകാരെല്ലാം അവിടെ കണ്ടിട്ട് ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞതാണ്. മറ്റുള്ളവർ ഇതിൽ നമ്മൾ ഇതാക്കുന്നില്ല. എനിക്ക് കണ്ടിട്ട് പേഴ്സണലായിട്ട് പടം ഒരു ആവറേജ് മാത്രമായിട്ട് തോന്നിയുള്ളത്. ചിലപ്പോൾ ഇനി ഹൈ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് പോയതുകൊണ്ടായിരിക്കും കാർത്തിക് സുബ്ബരാജിനോടുള്ള. പുള്ളിയുടെ ഇതിൻ്റെ മുമ്പിലത്തെ പടം ജിഗർതൻ്റെ ഡബ്ലക്സ് നമ്മളെ രാഘവ ലോറൻസിനെ വെച്ച് വരെ പടം 50 കോടിക്ക് മേളിൽ പോയതാണ്. അത്ര ഒരു സെറ്റപ്പായിട്ട് എടുത്ത. പക്ഷെ ഇത് 2 മണിക്കൂർ 46 മിനിറ്റ് മറ്റും ഉണ്ട് പടം. അപ്പോൾ അത്രയ്ക്കും 46 മിനിറ്റ് ഉണ്ട് പടം. അപ്പോൾ അത്രയ്ക്കും ലെങ്ത് പടത്തിന് വേണ്ടായിരുന്നു എന്നാണ് അതെനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. അത്രയും വേണ്ടായിരുന്നു, ഭയങ്കര അലമ്പായിരുന്നു. പിന്നെ ഈ പ്രകാശ് രാജൊക്കെ അതിൻ്റെ അകത്തൊരു മെയിൻ വില്ലൻ ക്യാരക്ടറാണ് കാണിക്കുന്നത്. പക്ഷേ പുള്ളിക്കൊന്നും ഈ പറയുന്ന ഹൈപ്പിന്, അതായത് ഈ ജോജുവിൻ്റെ തലയുടെ മേളിലിരിക്കുന്ന ആളാണ് പ്രകാശ് രാജ്. അപ്പം പുള്ളിക്ക് വേണ്ടത്ര ഒരു ഹൈപ്പിലൊക്കെ വരുന്നത്. പക്ഷേ അത്രയ്ക്കുള്ളൊരു പെർഫോമൻസ് അല്ല, അതിനുള്ള സ്പേസ് ഒന്നും പുള്ളിക്കില്ല. പിന്നെ വേറൊരു നടൻ വരുന്നുണ്ട് വില്ലനായിട്ട്. ആ പുള്ളി എന്തുവാണ് ഏതാണെന്ന് പോലും നമുക്ക് വലുതായിട്ട് അറിയാൻ പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവളുടെ അച്ഛനായിട്ട് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. പുള്ളിയുടെ പേര് സിംഗം പുലി എന്ന് പറയുന്ന പുള്ളി, മറ്റേ മഹാരാജിക്കകത്തെ വില്ലനായിട്ടൊക്കെ വന്നേ. പുള്ളി വന്നിട്ട് ജസ്റ്റ് 1-2 സീൻ, അത് എന്തുവാണ് പുള്ളി പറയുന്നത് നമുക്ക് പോലും ഇതില്ല. അതൊരു പഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറുതെ വന്ന് ജസ്റ്റ് അങ്ങോട്ട് പോകുക, അല്ലാതെ വേറെ വലിയ ഇതൊന്നുമില്ല. വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയ ഒരു പടമല്ല, ഒരു ഓളമില്ല പടത്തിന്. ഇപ്പം കുറെ വലിച്ചു നീട്ടി, അതായത് ചെറുതായിട്ടൊന്ന് പറയേണ്ട ഒരു കാര്യത്തിനുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു വിൻറ്റേജ് സൂര്യനെ അവിടെ കാണാൻ പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്കത് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഇതാകുന്നില്ല.
പുള്ളിനെ നമ്മൾ എന്തൊക്കെ ഈ ലുക്കും ഒക്കെ കണ്ടപ്പം ഈ ലവ് ഇത് ഗ്യാങ്സ്റ്റർ മൂവി ഇട്ടിട്ട് ഗ്യാങ്സ്റ്ററിൻ്റെ അകത്ത് ലവ് എന്നുള്ള സ്കീമിലായിരുന്നു നമ്മുടെ സുബ്ബരാജ് പറഞ്ഞിരുന്നത്. ഇതിപ്പം പുള്ളി ഒരു ഗ്യാങ്സ്റ്റർ സെറ്റപ്പിൽ വന്നിട്ട് പിന്നെ ഈ പെണ്ണെ കാണിക്കുമ്പം അവൾക്ക് വേണ്ടി ക്യാരക്ടർ മാറി, പിന്നെ അവൾ വന്നിട്ട് പിന്നെ ഒരു ഗ്യാങ്സ്റ്റർ മോഡൽ. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഒരു ആവറേജ് ഫീൽ അത്രേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് പടത്തിനെ പറ്റി ഒന്നും പറയാനില്ല. നമ്മളെ മലയാളത്തിൽ നിന്ന് ജയറാമിനെ ടീമിനെ കൊണ്ടുപോയിട്ട് അസൽ ഒരുമാതിരി കോമാളിയാക്കിയിരിക്കുകയാണ്. പിന്നെ സ്വാസികയുണ്ട് ഇവൻ്റെ, അതായത് വളത്തമ്മയുടെ ഒരു റോളാണ്. സ്വാസിക കൊള്ളാം, കുറച്ച് ടൈമേ ഉള്ളൂ. അവളുടെ ആ റോള് പക്കയായിട്ട് അവൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് കുഴപ്പമില്ല, പക്ഷെ പ്ലേസിങ് ഭയങ്കര പോറാണ്. നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെയാണ് ഇതിൻ്റെ പ്ലേസിങ്. പിന്നെ ഈ കുറേ പാസം കയറ്റി വിട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് അച്ഛനും മോനും തമ്മിൽ ഇടിച്ച് പിരിയുന്ന, എന്നിട്ട് അവിടെ പാസം കയറ്റിയിട്ടുണ്ട്. ഈ പെണ്ണിനെയും സൂര്യനും തമ്മിലുള്ള കോമ്പിനേഷൻ കാണിക്കുമ്പോൾ അതിലും പാസം കയറ്റിയിട്ടുണ്ട്. പിന്നെ സൂര്യയുടെ അത് ലാസ്റ്റത്തെ ഇതാണ്, അത് ഞാൻ പറയുന്നില്ല. അവിടുത്തെ നാട്ടുകാരും സൂര്യനും തമ്മിലുള്ള ചുമ്മാ കുറേ ഓവറായിട്ടുള്ള ഇമോഷൻസ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായിട്ടില്ല. എന്നുവെച്ചാൽ സൂര്യയുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കഥ എന്ന് വെച്ചാൽ നമുക്ക് അത് മൊത്തത്തിലൊരു ലാഗ് ബേസിട്ട് പോകുന്ന പടമാണ്. അതിലങ്ങോട്ട് സെറ്റായിട്ടില്ല പടം. എന്തോ ഒരു ചെറിയൊരു കണ്ടന്റ്, ക്ലൈമാക്സ് ഒക്കെ നമുക്കങ്ങനെ കണ്ടിരിക്കാനല്ല, അത് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലൊന്നും ഇല്ല, അതിന് മാത്രം ഒന്നും ഇല്ല. പിന്നെ സ്റ്റൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈറ്റ് നല്ലതാണ്, പക്ഷേ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതൊന്നും ഒരു ഗുമ്മുള്ള ഫൈറ്റ് അല്ല. അതായത് പുള്ളി ഒറ്റയ്ക്ക് നിന്നിട്ട് ജസ്റ്റ് ഒരാളെ ഒരിടി ഇടിക്കുന്നത്, മറ്റേ ആൾ ഒരിടിക്കുക, അപ്പോൾ ഇവന്മാരി തെറിച്ച് താഴെ വീഴുന്നു, പിന്നെ 19 പേര് അന്നേരത്ത് കുടഞ്ഞെറിയുന്നു. ആ ഒരു മൂഡാണ്. എല്ലാവരും മൊത്തത്തിലൊരു സ്ലോ ബേസ്ഡ് സാധനം. ഇത് പുള്ളി ഇങ്ങനെ പെട്ടെന്നൊരു ലവ് ക്യാരക്ടറായിട്ട് മറന്ന് പിന്നെ ഒരു ഗ്യാങ്സ്റ്റർ സെറ്റപ്പ്, പിന്നെ ഒരു ലവ്, പിന്നെ ഒരു ഗ്യാങ്സ്റ്റർ, ആ ഒരു മൂഡ് തന്നെ. അപ്പോൾ പുള്ളിനെ കാണുന്ന പുള്ളി ഒരു ഗ്യാങ്സ്റ്റർ ലവ് മൂഡ്, ഗ്യാങ്സ്റ്റർ ലവ് മൂഡ്, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അത് കാരണം നമുക്ക് അതങ്ങോട്ട് കണക്റ്റ് ആകത്തില്ല. അതായത് ഒരു പെണ്ണിന് വേണ്ടി ചുമ്മാ ഇങ്ങനെ പുള്ളി കിടന്ന് അലയുന്നു, അതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കാണിക്കുന്നത്. പിന്നെ ഈ വില്ലൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പിൽ കൊണ്ടുവരുന്ന ആളൊന്നും നമുക്ക് അതിന് മാത്രമൊന്നും ഇല്ല. മൊത്തത്തിൽ സൂര്യ ഒരാൾ എന്നുകൊണ്ടൊരു പറയുന്നില്ല, വൺ മാൻ. അതുപോലെ പുള്ളി വൺ മാനായിട്ട് നിന്ന് നല്ലപോലെ അങ്ങ് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ പുള്ളിയുടെ കൂടെയാണെങ്കിലും അങ്ങനെ ആ സ്വാസിക മാത്രം ഇച്ചിരി നമുക്ക് ഇതിൻ്റെ അകത്തൊരു നല്ലതായിട്ട് തോന്നിയുള്ളൂ ക്യാരക്ടർ, സൂര്യ അല്ലാതെ. പിന്നെ ജോജുവിൻ്റെയും ഈ ഗ്യാങ്സ്റ്റർ വന്നൊരുമാതിരി കോമഡി കാണിച്ച് അങ്ങനെ ഇരിക്കും, ആ ഒരു മൂഡാണ് ജോജുവിനെ ആദ്യം കാണിക്കുന്നതൊക്കെ ഭയങ്കര ഒരു ടെററിൽ, പിന്നെ പുള്ളി ഒരുമാതിരി കോമഡി സെറ്റപ്പും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. എന്നുവെച്ചാൽ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു പടമാണ്. പിന്നെ ഓരോരുത്തരുടെയും വിഷനിൽ ഓരോരുത്തരും, എൻ്റെ വിഷനിൽ തോന്നിയ പോലെ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ കൂടെ പോയി ഞങ്ങളൊരു 6 പേരായിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആവറേജ് ആ ഒരു മൂഡിലാണ് പടം തോന്നിയത്. അതായത് നമുക്ക് ഒരു വട്ടം കണ്ടിരിക്കാം, അല്ലാതെ 2 പ്രാവശ്യം റിപ്പീറ്റ് വാല്യൂ ഒന്നും ആയിട്ടുള്ള പടമായിട്ട് എനിക്ക് തോന്നില്ല. ഒരു വട്ടം നമുക്ക് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇപ്പം നിങ്ങൾക്ക് പടം കാണേണ്ടവർക്ക് പോയി കാണാം, അല്ല നമ്മളാരും ഇപ്പം ഡീഗ്രേഡ്, ഞാനിങ്ങനെ വേറെ ഫാനോ അല്ലെ സൂര്യയുടെ കട്ട ഫാനോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആരുടെ പടം ഇറങ്ങിയാലും ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് കൂടെ പോയി കാണും. അന്നേരത്തേക്കും നമുക്ക് അത് അവിടെ ചെല്ലുമ്പോൾ ഫസ്റ്റ് ഷോ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ. നമുക്കിപ്പം ഭയങ്കര എൻജോയ് ചെയ്യാനും ഉള്ള ഒരു സ്പേസ്. പക്ഷെ ഇത് അങ്ങനല്ല, നമുക്ക് 1-2 ഭാഗത്തൊക്കെ ഉള്ളായിരുന്നു ഒന്ന് കൈയടിക്കാനും ഒന്ന് ഇതാകാനും തുള്ളാനൊക്കെ ആണല്ലോ തന്നെ. പാട്ടും ഒക്കെ ആണല്ലോ. മറ്റേ കന്നീമ എന്നുള്ള പാട്ട് നല്ലപോലെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇച്ചിരി എൻജോയ് ചെയ്യാനുള്ളൊരു സാധനമുണ്ട്. അതിൻ്റെ ഇടയിൽ അച്ഛൻ മോനൊരു കോമ്പിനേഷനൊക്കെ അതിൻ്റെ ഇടയിൽ വെച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ഭാര്യയായിട്ടുള്ളതും അങ്ങനെയൊക്കെ. അത് കഴിയുമ്പോഴാണ് പുള്ളി ഒരു കേസിൽപ്പെട്ട് അകത്ത് പോയി വേറൊരു സ്കീമിൽ വരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഈ പെണ്ണുമായിട്ടുള്ള ഇതൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്. അവസാനത്തെ ഒരു ക്ലൈമാക്സിന് വേണ്ടി ആ ഒരു പടം ഇത്രയും മണിക്കൂർ വലിച്ചു നീട്ടി, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ആ പടം. അല്ലാതെ അത്രയും പടം അത് സത്യം പറഞ്ഞാൽ 2 മണിക്കൂർ 2.5 മണിക്കൂറിലൊക്കെ ഒതുക്കാവുന്ന ഒരു പടമേ ഉള്ളായിരുന്നു. ഇത്രയും ലെങ്ത് വരേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ കാർത്തിക് സുബ്ബരാജിനെ സൂര്യനെയും കൂടെ നമ്മൾ ഒത്തിരി അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്ത് പോയത് കൊണ്ടോണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് പടം അങ്ങോട്ട് വർക്കായിട്ടില്ല. പിന്നെ കാണേണ്ടവർക്ക് കാണാം, അല്ലാത്തവർ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടിട്ട് പറയും. ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇങ്ങനെയാണെന്ന്, ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ ഒരു ഫാനും അല്ല, ആരെയും തരം താഴ്ത്തി നമ്മൾ പറയുന്നതുമല്ല. നമുക്ക് അഭിനയിക്കാനുള്ള കഴിവും കാര്യങ്ങളൊന്നുമില്ല. പുള്ളിയൊക്കെ അത്യാവശ്യം നല്ലൊരു നടനാണ്. പക്ഷെ നമ്മൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്ത്, അതായത് മറ്റേ സുറാറൈ പോട്ടറൊക്കെ പോലെ നമ്മൾ വേറൊരു സാധനം പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ അത് ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അപ്പം നിങ്ങളെല്ലാവരും പോയി പടം കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു. ദിസ് ഈസ് ടീം തണ്ടക്കാരൻസ്.